സംസ്ഥാന പോലീസ് മേധാവി നിയമനത്തിനുള്ള ചുരുക്കപ്പട്ടികയായി നിതിൻ അഗർവാൾ, രമത ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത എന്നിവരാണ് പട്ടികയിൽ ഇടം പിടിച്ചത്. സംസ്ഥാനം നൽകിയ പട്ടികയിൽ നിന്നും UPSC യോഗമാണ് 3 പേരെ തിരഞ്ഞെടുത്തത്. സംസ്ഥാന പട്ടികയിൽ ഇടം പിടിച്ച ADGP MR അജിത് കുമാറിനെ പരിഗണിച്ചില്ല. ഇതോടെ അജിത് കുമാർ പോലീസ് മേധാവി ആകില്ലെന്ന് ഉറപ്പായി. ഡൽഹിയിൽ നടന്ന UPSC യോഗത്തിലാണ് സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ട 3 IPS ഉദ്യോഗസ്ഥരുടെ പട്ടിക തയ്യാറാക്കിയത്. സംസ്ഥാനത്തെ മുതിർന്ന IPS ഉദ്യോഗസ്ഥൻ നിതിൻ അഗർവാൾ, റവാഡ ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത എന്നിവരാണ് പട്ടികയിൽ ഇടം പിടിച്ചത്. നിതിൻ അഗർവാൾ നിലവിൽ സംസ്ഥാന ഗതാഗത സുരക്ഷാ കമ്മീഷണറാണ്. 1989 ബാച്ച് IPS ഉദ്യോഗസ്ഥൻ. കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ BSF ഡയറക്ടർ ജനറൽ ചുമതല നിർവഹിച്ചിട്ടുണ്ട്. IITയിൽ നിന്നാണ് എഞ്ചിനീയറിംഗ് ബിരുദം കരസ്ഥമാക്കിയത്. പട്ടികയിൽ 2ാം സ്ഥാനത്ത് റവാഡ ചന്ദ്രശേഖറാണ്. 1991 ബാച്ച് IPS ഉദ്യോഗസ്ഥൻ. കേന്ദ്ര ഇന്റലിജൻസ് സ്പെഷ്യൽ ഡയറക്ടറാണ്. നിലവിൽ കേന്ദ്ര ക്യാബിനറ്റ് സുരക്ഷാ സെക്രട്ടറിയായി നിയമനം ലഭിച്ചിട്ടുണ്ട്. കണ്ണൂർ ASP ആയിരിക്കുമ്പോൾ കൂത്തുപറമ്പ് വെടിവയ്പ്പിന് നേതൃത്വം നൽകി. വെടിവയ്പ്പുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയേർക്കപ്പെട്ടു. 2012 വെടിവയ്പ്പ് കേസിൽ നിന്ന് കോടതി കുറ്റവിമുക്തനാക്കി. 3ാം സ്ഥാനക്കാരൻ ഫയർഫോഴ്സ് മേധാവി യോഗേഷ് ഗുപ്ത. 1993 IPS ബാച്ച്. നേരത്തെ ബെവ്കോ MD ആയിരുന്നു. കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ ഏറെക്കാലം സേവനമനുഷ്ഠിച്ചു. CBIയിൽ ബാങ്ക് സെക്യൂരിറ്റി മുംബൈ സെൽ തലവൻ. ഹർഷത് മേത്ത ഖേദൻ പരെ കേസുകൾ അന്വേഷിച്ചു. EDയുടെ കൽക്കട്ട ആസ്ഥാനമായുള്ള കിഴക്കൻ മേഖല സ്പെഷ്യൽ ഡയറക്ടർ ചുമതല നിർവഹിച്ചു. ശാരദാ തട്ടിപ്പ്, റോസ് വാലി, നാരദാസ് സ്കാം എന്നിവ അടക്കം കള്ളപ്പണ ഇടപാടുകൾ അന്വേഷിച്ചു. സംസ്ഥാനം നൽകിയ പട്ടികയിൽ ഉൾപ്പെട്ട ADGP MR അജിത് കുമാറിനെ ചുരുക്കപ്പട്ടികയിലേക്ക് കേന്ദ്രം പരിഗണിച്ചില്ല. ഇതോടെ അജിത് കുമാറിന് പോലീസ് മേധാവിയാകാനുള്ള വഴിയടഞ്ഞു. വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാമിനെയും ഇത്തവണ പരിഗണിച്ചില്ല. 2031 വരെ സർവീസുള്ള മനോജ് എബ്രഹാമിന് പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാൻ ഇനിയും അവസരമുണ്ട്. ADGP സുരേഷ് രാജ് പുരോഹിതാണ് സംസ്ഥാനത്തിന്റെ 6 പട്ടികയിൽ ഇടം പിടിച്ച മറ്റൊരു ഉദ്യോഗസ്ഥൻ. ഈ മാസം 30-നാണ് നിലവിലെ പോലീസ് മേധാവി ഷേഖ് ദർവേസ് സാഹിബ് വിരമിക്കുന്നത്. UPSC തയ്യാറാക്കിയ 3 അംഗ ചുരുക്കപ്പട്ടികയിൽ നിന്ന് അന്ന് തന്നെ പകരം നിയമനമുണ്ടാകും. യോഗേഷ് ഗുപ്തയും സർക്കാരും തമ്മിൽ ചില സ്വാരസ്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നിതിൻ അഗർവാളിനെയും റവാഡ ചന്ദ്രശേഖരനെയും പരിഗണിക്കാനാണ് സാധ്യത. ഇതിൽ നിതിൻ അഗർവാളിനാണ് കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. R. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.